മക്കളെ, നമ്മുടെ ഹിന്ദിയിലെ എല്ലാ കഥാപാത്രങ്ങളും അന്ന് രാത്രി പോയിട്ട് ഒരു ഡയറി എന്തായാലും എഴുതിയിട്ടുണ്ടാവും. സന്തോഷമുള്ള ഡയറി മാത്രമല്ല നമുക്കുള്ളത്, സങ്കടമുള്ള ഡയറി ഉണ്ട് അല്ലേ? അപ്പൊ സങ്കടമുള്ള ഡയറിയുടെ ഫോർമാറ്റ് എന്താണ്? ഇതാണ്. ആ എല്ലാ ഡയറി എഴുതുന്ന പോലെ തന്നെ ഒരു ബോക്സ് ഒക്കെ വരച്ച് കുട്ടപ്പനാക്കി വെക്കുക. അത് കഴിഞ്ഞിട്ട് എന്താണ്, ഡേറ്റ് എഴുതിക്കോളാം. പിന്നെന്താണ്, ടൈം നൗ ബജെ 9 മണി ആയിട്ടുണ്ട്. പിന്നെന്താണ്, ആ ഡേ എഴുതുക, ഡേ ബുധവാർ സോമവാർ എന്തെങ്കിലും എഴുതി വെക്കുക. അത് കഴിഞ്ഞിട്ട് സങ്കടമാണ്, സങ്കടം ഫുൾ ഇമോഷൻ ആയിരിക്കണം നമ്മുടെ ഇതിലല്ലേ. നോക്കിക്കേ, ഓഹ് അയ്യോ ആജ് കേസേ ദിൻ താ, ഇന്ന് എങ്ങനത്തെ ദിവസമായിരുന്നു എന്ന് പറഞ്ഞിട്ട് ആജ് കാ ദിൻ ഭൂൽ നഹീ സക്താ സാനൊക്കെ വിട്ടാളെ, ഇതാണ് നിങ്ങൾ എഴുതേണ്ടത്. കുറച്ച് വ്യത്യാസമായിട്ട് എഴുതാം കേട്ടോ. ആജ് കേസേ ദിൻ താ, ഇന്ന് എങ്ങനത്തെ ദിവസമായിരുന്നു. ആജ് കാ ദിൻ, ഇന്നത്തെ ദിവസം. മേ കബീ നഹീ ഭൂലൂങ്ക, ഞാൻ കബീ നഹീ ഭൂലൂങ്ക, ഒരിക്കലും മറക്കില്ല എന്നാണ് അല്ലേ. എന്നിട്ടോ ഇത്നാ ബുരാ ദിൻ, ബുരാ എന്ന് വെച്ചാൽ എന്താണ്, ഇത്രയും മോശമായിട്ടുള്ള ഒരു ദിവസം. ജിന്ദഗി മേ, ലൈഫിൽ, ജീവിതത്തിൽ, പെഹലി ബാർ ആയാ ഹേ, ആദ്യമായിട്ടാണ് ഉണ്ടാവുന്നത് എന്ന് പറഞ്ഞിട്ട് ആദ്യത്തെ കുറച്ച് ഭാഗം നമുക്ക് തള്ളി മറയ്ക്കാം. എന്നിട്ട് നമ്മുടെ കഥാപാത്രത്തിന് ഉണ്ടായിട്ടുള്ള സങ്കടങ്ങൾ മുഴുവൻ നടുവിൽ നമ്മൾ എഴുതി വെക്കുന്നു. അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, വേണമെങ്കിൽ യാദ്ഗാർ രഹേഗ എന്ന് എഴുതാം, ഓർമ്മ നിൽക്കും എന്ന് എഴുതാം. അല്ലെങ്കിൽ എന്ത് എഴുതാം, മേരെ ജീവൻ കാ, ഇത് എൻ്റെ ജീവിതത്തിലെ ഏക്ക് അവിസ്മരണീയ ദിൻ താ. അവിസ്മരണീയ പറയാൻ കുറച്ച് പാടാണ്, എഴുതാനും കുറച്ച് പാടാണ്, പക്ഷെ പഠിച്ചു വെച്ചോളാം, മറക്കാൻ പറ്റാത്ത ദിവസമാണ് അവിസ്മരണീയ ദിൻ താ എന്ന് പറഞ്ഞിട്ട് എഴുതുക. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരുപാട് സങ്കടമുള്ള കഥാപാത്രങ്ങൾ നമ്മുടെ ഹിന്ദിയിലുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ട് പഠിച്ചോളാം കേട്ടോ. ബൈ.